Hello everyone, welcome back to Arshi Being Self. It's me Arshi. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ ഈ ചാനൽ ഞാൻ ചെയ്യുന്നത് സ്കിൻ കെയർ വീഡിയോ, ലൈഫ് സ്റ്റൈൽ ആൻഡ് വ്ളോഗ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻസിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്കിൻ കെയർ മിസ്റ്റേക്സിൽ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. ആ വീഡിയോൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ പീലിംഗ് സൊല്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ എക്സ്ഫോളിയേഷൻ ആണ് പീലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ഫോളിയേഷൻ തന്നെ രണ്ട് തരമാണ്: കെമിക്കൽ എക്സ്ഫോളിയേഷൻ, ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണെങ്കിൽ നമ്മൾ കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിനെ പീൽ ചെയ്യുന്നതാണ്. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആണെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള സ്ക്രബ്സ് ഉപയോഗിച്ച് നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ പോകാനും സൺടാനൊക്കെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. അതുപോലെ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിൽ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ചിലതരം ആസിഡ്സ്, നമ്മൾ എക്സ്ഫോളിയേഷൻ കണ്ടന്റ് ഉള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനാണ് കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് AHAയും BHA ആൻഡ് PHA. ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇവയൊക്കെയാണ് ഈ ഒരു കെമിക്കൽ എക്സ്ഫോളിയേഷനിൽ അടങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് കെമിക്കൽസ് ആണ്. നമുക്ക് ടോണേഴ്സിലും ഈ ഒരു ലാക്റ്റിക് ആസിഡും AHA ആയിട്ടുള്ള AHA കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ടോണേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ നമ്മളത് യൂസ് ചെയ്യാവും. അപ്പോൾ നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ ഒക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ കെമിക്കൽ പീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കിന്നിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടാവില്ല. അതുപോലെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റാതെ വരും. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ പീലിംഗ് സൊല്യൂഷൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ സൺസ്ക്രീന് എന്തായാലും എപ്പോഴും കാണണം. നമ്മൾ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നതും അതും രണ്ടും ഡിഫറെൻ്റ് ആണ്. നമ്മൾ അല്ലാതെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ ഉപയോഗിക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചില സമയം നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ നമ്മൾ ചില സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളൊരു പീലിംഗ് സൊല്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ കെമിക്കൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിന്നിലുള്ള ഔട്ടർ ആയിട്ടുള്ള ലെയേഴ്സ് ആണ് പൊളിഞ്ഞു പോകുന്നത്. നമുക്കത് കാണാൻ കഴിയില്ല. ചില സമയത്ത് നമുക്ക് കാണാം, ചില സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പൊളിഞ്ഞു പോകുന്നതിന് പുതിയ സ്കിന്നാണ് നമ്മൾ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. കൂടുതൽ ഡാർക്കൻ ആവാനും സ്കിന്നിന് കുറച്ച് ഇറിറ്റേഷൻ ആവാനും ബേൺ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സൺസ്ക്രീൻ എന്തായാലും മസ്റ്റായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫേസിൽ വേണം ഈ ഒരു കെമിക്കൽ പീലിംഗ് ഉപയോഗിക്കാനായിട്ട്. അതായത് നമ്മൾ സ്കിന്ന് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള സർഫേസിൽ വേണം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സർഫേസിൽ വേണം നമ്മൾ ആ ഒരു കെമിക്കൽ പീലിംഗ് യൂസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഹൈ ആയിട്ടുള്ള കോൺസെൻട്രേറ്റുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള ആ ഒരു സർഫേസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഇറിറ്റേഷൻ ആവുന്ന സ്കിന്നിലുള്ള ബാരിയേഴ്സിനെയൊക്കെ കളയാനൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രൈ ഫേസിൽ മാത്രമായിരിക്കണം കെമിക്കൽ പീലിങ്സ് ഉപയോഗിക്കാനായിട്ട്. അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ കെമിക്കൽ പീലിംഗ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സ്കിന്നിൽ എന്തായാലും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഫേസ് കഴുകിയതിന് ശേഷവും നിങ്ങൾക്ക് അത് ആ ഒരു ബേണിംഗ് സെൻസേഷൻ കൂടുന്നുണ്ട്, മാറുന്നില്ല, ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് അരമണിക്കൂറായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. അടുത്തതെന്ന് വെച്ചാൽ സ്കിന്നിൽ ഒരു 10 മിനിറ്റിൽ കൂടുതൽ കെമിക്കൽ പീലിങ്സ് നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ സ്കിന്നിൽ അത് കൂടുതൽ ഇറിറ്റേഷൻ ആവാനും സ്കിന്ന് റിയാക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ഒരു സ്കിന്ന് വാഷ് ചെയ്ത് കളയണം. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല. നമ്മൾ കെമിക്കൽ പീലിംഗ് ഉപയോഗിക്കുമ്പോൾ മസാജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അടുത്ത് പറഞ്ഞ വെച്ചാൽ നിങ്ങൾ ആ ഒരു കെമിക്കൽ പീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒരു തരത്തിലുള്ള സ്കിൻ കെയർ തരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യരുത്, അതുപോലെ ഫേസ് പാക്ക് ഇടരുത്, ഏതെങ്കിലും തരത്തിലുള്ള പാക്സ് യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ സിറംസ് യൂസ് ചെയ്യരുത്, പിന്നെ ഹൈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫേസ് വാഷോ അതുപോലെ തന്നെ മോയ്സ്ചറൈസറോ ഉപയോഗിക്കരുത്. നമ്മൾ അതായത് ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ മൈൽഡ് ആയിട്ടുള്ള നമ്മളെ സ്കിൻ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണം. അതുപോലെ തന്നെ ഈ ഒരു കെമിക്കൽ പീലിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്കിന്നിന് നോർമൽ വെള്ളത്തിൽ വേണം ഇത് കഴുകി കളയാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഭയങ്കര ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്ട് ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ വെച്ചാൽ അടുത്ത ദിവസം ആ ഒരു ദിവസത്തേക്ക് നമ്മൾ ഒരു സ്കിൻ കെയറോ നൈറ്റ് ക്രീംസോ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയോ, അല്ലെങ്കിൽ സിറംസ് ഉപയോഗിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യരുത്. കെമിക്കൽ എക്സ്പോളേഷൻ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ നിങ്ങൾ സ്ക്രബ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഫിസിക്കലായിട്ടുള്ള എക്സ്പോളേഷനും ചെയ്യാൻ പാടില്ല. ഈ ഒരു ദിവസം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യണം. അടുത്ത ദിവസം നിങ്ങൾ പുറത്തെവിടെയും പോകണമെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു സൺസ്ക്രീനും ബാക്കി സ്കിൻ കെയർ റുട്ടീനെല്ലാം മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ സ്കിൻ കെയറിൽ ഈ ഒരു സൺസ്ക്രീൻ എന്തായാലും നമ്മളെ കയ്യിൽ മസ്റ്റ് ഹാവ് ആയിരിക്കണം. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാർലറിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അതേ റിസൾട്ട്സ് തന്നെ നമുക്ക് ഈ ഒരു ഇത് കൊണ്ട് നമുക്ക് കിട്ടും. ഒരു മാസം നമുക്ക് ഉപയോഗിച്ചൊരു 3 months ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട്സ് നമുക്ക് സ്കിന്നിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ വീക്സിൽ വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു 3 ആഴ്ച ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് അടുത്തത് വരുമ്പോൾ 2 ദിവസം ഉപയോഗിക്കുക. അതായത് ഒരു ദിവസം ഉപയോഗിച്ച് അടുത്ത് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ വീക്സിൽ വൺസ് അല്ലെങ്കിൽ ട്വൈസ് വേണം നമ്മൾ സ്കിന്നിൽ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കാനായിട്ട്. കെമിക്കൽ പീലിംഗ് കൊണ്ടെന്നുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിലുള്ള പോഴ്സ് കുറയാനും, സ്കാർസ് പോവാനും, പിമ്പിൾസ് പോകാനും, മാർക്സ് പോവാനും, ഡാർക്ക് സ്പോട്ട്സ് പോകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സിറംസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടാനായിട്ട് ഈ ഒരു കെമിക്കൽ പീലിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് എല്ലാവരും കെമിക്കൽ പീലിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിൻ കെയർ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനിൽ പീലിംഗ് സൊല്യൂഷൻ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് അത്രയ്ക്കും കൺസേൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ പീലിംഗ് സൊല്യൂഷൻ ചൂസ് ചെയ്യാവൂ. പിന്നെയെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസിലായാലും വേറൊരു ഏത് ഭാഗത്തായാലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. എന്തെങ്കിലും അത് ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് വേണം സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ, അതായത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ റിയാക്ഷനോ ഉണ്ടാകും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പറയുന്നത് ഏജ് കൺസേൺ ആണ്. ഏജ് കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മൾ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു 20 years, ആഫ്റ്റർ 20 yearsന് ശേഷം മാത്രമേ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് തുടങ്ങാവൂ. അതായത് നമ്മൾ ഈ അണ്ടർ 18 ബിലോ 20 ആ ഏജിലുള്ളവർക്ക് എന്തായാലും പീലിംഗ് സൊല്യൂഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീനിന്റെ ആവശ്യമേ ഉള്ളൂ. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, ഈ ഒരു മൂന്ന് സ്റ്റെപ്സിന്റെ ആവശ്യമേ ഉള്ളൂ. അവർക്ക് പീലിംഗ് സൊല്യൂഷനോ സിറംസിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ വെച്ചാൽ ഇതിൽ ഹൈലി ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പീലിംഗ് സൊല്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഇത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് അത്രയും കൺസേൺ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കേണ്ടത് ഈവനിങ് ടൈമിലാണ്. ഈവനിങ് ടൈം നമ്മൾ സണ്ണില്ലാത്ത ടൈമിലായിരിക്കണം. എന്തായാലും ഈവനിങ് ടൈമിൽ വേണം പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കാനായിട്ട്. സ്കിൻ കെയർ പരമായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാനുണ്ട്, സജഷൻസിലൂടെ അറിയിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാറുണ്ട്, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ മറ്റു വീഡിയോയിലൂടെ കാണുക. സ്കിൻ കെയർ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയും സ്കിൻ കെയർ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തെടുക്കുക. പുതിയൊരു വീഡിയോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.